ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി ഒരു മറുപടി തരാത്തത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡായി തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. സോ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടി ഈ പേഴ്സൺ വേണ്ടത്ര ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് നടത്തുന്നില്ലായിരിക്കാം. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ മാത്രം തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഇനിയിപ്പോൾ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും ഒരു തീരുമാനം പറയുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല നിങ്ങളുടെ ഇടയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മറുപടി തരാത്തത്, അല്ലെങ്കിൽ മറുപടി തരാതെ ഒഴിഞ്ഞു മാറുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു പേഴ്സണൽ റിലീഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി കുറച്ച് ദൂരെ മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിലിപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ കസിൻസിൻ്റെ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അമ്പലങ്ങളിലോ പള്ളികളിലോ സന്ദർശിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി വല്ലാത്തൊരു കൺഫ്യൂസ്ഡ് മൈൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണ് സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ചധികം ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സമാധാനം തേടി ഈ പേഴ്സൺ യാത്ര ചെയ്യാനോ മറ്റുള്ളവരുമൊത്ത് യാത്ര ചെയ്യപ്പെടാനോ ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നു. കാരണം ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ പലതരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയും. അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോ അച്ഛനോ പെങ്ങളോ ഒക്കെ ആകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പേഴ്സൺ ആകാം. അവർ നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ടാകാം. അത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഈ പേഴ്സണ് കൊടുക്കുന്നുണ്ടാകാം പലരും. അപ്പോൾ ഈ പേഴ്സൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും എല്ലാം കൂടി എടുത്തിട്ട് അതൊക്കെ ആയിട്ട് ഈ ഒരു പേഴ്സൺ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ ആരാണ് ശരി ചെയ്യുന്നത്, ആരുടെ ഭാഗത്ത് നിൽക്കണം, ആരെ വിശ്വസിക്കാം, ഇത്തരത്തിലുള്ള ചിന്തകളിൽപ്പെട്ട് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ പെട്ടിട്ട് ഈ പേഴ്സൺ വല്ലാതെ വിഷമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന കാര്യത്തെക്കുറിച്ച് ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. സമാധാനപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് സമയം വേണം എന്ന് തന്നെ ഇങ്ങനെ മനസ്സിലാൾ വിചാരിക്കുക, എനിക്ക് കുറച്ച് സമയം വേണമെന്നിങ്ങനെ. കാരണം പെട്ടെന്നൊരു ഹർബറിയായിട്ട് തീരുമാനം എടുക്കാൻ ഈ പേഴ്സണ് പറ്റില്ല. ബിക്കോസ് ഈ പേഴ്സണെ കുറിച്ച് സമയം വേണം. നിങ്ങളുടെ ഭാഗം മാത്രമല്ല, മറ്റാരുടെയൊക്കെയോ ഭാഗം ഈ വ്യക്തിക്ക് കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗം മാത്രം കേട്ടാൽ മതിയെങ്കിൽ ഈ പേഴ്സണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് വെട്ടിത്തുറന്ന് പറയാം, നിങ്ങളുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താം, നിങ്ങളുടെ കാര്യത്തിന് എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുക്കാം. പക്ഷേ വേറെയും ആളുകളുടെ സാന്നിധ്യവും അവരുടെ വാക്കുകളും കേൾക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം ഈ വ്യക്തിക്ക് കേൾക്കണം. അതിനുശേഷം മാത്രമേ ഈ വ്യക്തിക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
സോ നിങ്ങൾ മേ ബി ഈ പേഴ്സണോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം, വാട്ട് അബൌട്ട് അവർ മാരേജ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രണയബന്ധത്തിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്താണ് നീ എടുത്തിരിക്കുന്നത്, ഒരു തീരുമാനമായോ, നമുക്ക് കല്യാണം കഴിക്കണ്ടേ, വീട്ടുകാർ പറയണ്ടേ, ഇങ്ങനെയൊക്കെ നിങ്ങൾ അവർ അല്ലെങ്കിൽ വീട്ടുകാർ എന്താണ് പറഞ്ഞത് എന്നിങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. സോ അതിന് തുറന്നുള്ള, അതായത് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം പറയാൻ ഈ പേഴ്സണ് കഴിയുന്നില്ല. ഒരു ഒഴുക്കം മട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആൾക്ക് തന്നെ ശരിക്കും ഒരു തീരുമാനത്തിൽ ആൾക്ക് എത്തിപ്പെടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പുള്ളി മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴും നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു ഒഴുക്കം മട്ടിൽ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ഇനി എന്നെ ഉപേക്ഷിച്ച് പോകാനാണോ, അല്ലെങ്കിൽ എന്നെ തഴഞ്ഞോ, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ടാന്ന് ഈ ആൾക്കൊന്ന് പറഞ്ഞൂടെ, അങ്ങനെയൊക്കെ നിങ്ങൾ പലരും പല രീതിയിൽ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ ആൾക്ക് അവസാനത്തെ ആ ഒരു ഡിസിഷൻ എപ്പോഴും എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു ഫേവറബിൾ തന്നെയായിരിക്കും എന്നിവിടെ കാണുന്നു. പക്ഷേ അതിന് ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ വ്യക്തിക്ക് കണക്കിലെടുക്കേണ്ട ആവശ്യകതയും കൂടി ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.